പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കൾ, നല്ല ചുമയുണ്ട്. അതിന് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേദിയിൽ നമുക്കേവർക്കും പ്രിയങ്കരനായ സഖാവ് നാസർ കൊളായിയും നമ്മുടെ മറ്റ് നേതാക്കന്മാരെല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. അവരെല്ലാം സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെക്കാപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായ ഒരു സായാഹ്നമാണ്. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും സ്വന്തമായി ഒരു പാർട്ടി ആസ്ഥാനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണ് ഇന്ന്. ഇവിടുത്തെ പാർട്ടിയുടെ അമരക്കാരനായിരുന്ന പാർട്ടി ബ്രാഞ്ച് ഓഫീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച സഖാവ് വിജയൻ പാർട്ടി ഓഫീസ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി അപകടത്തിൽ നമ്മെ വിട്ടുപിരിയുന്നത്. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ വിയോഗത്തിന് 5-6 വർഷം പഴക്കമാവും. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൂടി സ്വപ്നമായ പാർട്ടി ആസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എണ്ണിയാലൊടുങ്ങാത്ത ഗ്രാമഗ്രാമാന്തരങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എല്ലായിടത്തും പാർട്ടി ഓഫീസുകൾ കാണാൻ കഴിയും. വിവിധ തലത്തിലുള്ള പാർട്ടിയുടെ ഓഫീസുകളുടെ സാന്ദ്രത മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മോഹിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യത്തെവിടെയും ഇത്തരത്തിൽ എല്ലായിടത്തും പാർട്ടി കേന്ദ്രങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഉണ്ടാവില്ല. അത് CPIM-നെ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തെല്ല് അസൂയ ഉളവാക്കുന്ന ഒന്നുകൂടിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ദിനപത്രം അവരുടെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖന പരമ്പര പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖന പരമ്പരയുടെ ഉദ്ദേശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പാർട്ടി CPIM ആണ് എന്ന് സ്ഥാപിക്കലായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ ലേഖന പരമ്പരയുടെ തലക്കെട്ട് ചെങ്കൊടിക്കു പിന്നിൽ കുമിഞ്ഞുകൂടുന്ന മൂലധനം എന്നായിരുന്നു. അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി ഓഫീസുകൾ, കെട്ടിടങ്ങൾ, പാർട്ടിയുടെ കൈവശമുള്ള ഭൂമി, പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, ഇതിൻ്റെയെല്ലാം ഒരു കണക്ക് ശേഖരിച്ച് എത്രയോ കോടി ആസ്തിയുണ്ട് CPIM-ന് എന്ന് സ്ഥാപിക്കുകയായിരുന്നു ആ ലേഖന പരമ്പര. സത്യത്തിൽ മാതൃഭൂമിക്ക് വലിയ അബദ്ധമാണ് സംഭവിച്ചത്. കാരണം മാതൃഭൂമി കണക്കാക്കിയതിനേക്കാൾ എത്രയോ അധികമാണ് സത്യത്തിൽ CPIM-ന്റെ സമ്പത്ത്. അത് കെട്ടിടവും ഭൂമിയും സ്ഥാപനങ്ങളും മാത്രമല്ല, അതൊക്കെ നമുക്ക് വിലമതിക്കാൻ കഴിയും. ഏകദേശം അതിൻ്റെ മൂല്യം എത്രയാണ് എന്ന് ഊഹിക്കാൻ പറ്റും. എന്നാൽ CPIM-ന്റെ യഥാർത്ഥ സമ്പത്ത് അതൊന്നുമല്ല. മറിച്ച് സ്വന്തമെന്ന വാക്കു മറന്ന് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ചെമ്പതാകയുടെ കീഴിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ സമർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്ന നിസ്വാർത്ഥരായ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരാണ്, അനുഭാവികളാണ്, പാർട്ടി അംഗങ്ങളാണ് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സമ്പത്ത്. മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനാവാത്ത അച്ചടക്കമുള്ള സമർപ്പിത മനസ്സോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന ആ മഹാജനസഞ്ചയമാണ് CPIM-ന്റെ സമ്പത്ത്. അവരുടെ പിന്തുണ കൊണ്ടാണ് ഈ പറയുന്ന ഓഫീസും മറ്റും യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു പ്രദേശത്ത് നമ്മുടെ പാർട്ടിക്ക് ഒരു ആസ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രദേശത്തെ ജനങ്ങൾ CPIM-ൽ വിശ്വാസമർപ്പിക്കുന്നു എന്നാണ്. ജനങ്ങൾ പാർട്ടിയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഓരോ പാർട്ടി ആസ്ഥാന മന്ദിരവും. ഇവിടെ ഏക്കാപ്പറമ്പിൽ തന്നെ CPIM ഓഫീസ് നിർമ്മാണവുമായി മുൻപോട്ട് പോകുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ
ആ പരിശ്രമത്തെ പിന്തുണച്ചവർ CPIM പ്രവർത്തകരും അംഗങ്ങളും മാത്രമായിരിക്കില്ല എന്നെനിക്ക് ഉറപ്പാണ്. വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, പാർട്ടി അംഗങ്ങളല്ലാത്തവർ, ഒരുപക്ഷെ രാഷ്ട്രീയമായി CPIM-നോട് വിയോജിപ്പ് പുലർത്തുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ പോലും ഈ ഓഫീസ് യാഥാർത്ഥ്യമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ടാവും, അതിനോട് സഹകരിച്ചിട്ടുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ഓഫീസുകൾ ഒരു സ്വകാര്യ സ്വത്തായിട്ടല്ല കണക്കാക്കുന്നത്. അതൊരു പൊതു സ്വത്താണ്. യഥാർത്ഥത്തിൽ മറ്റെല്ലാ പാർട്ടി ഓഫീസുകളെയും പോലെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാർട്ടി ഓഫീസും ഈ നാടിൻ്റെ പൊതു സ്വത്താണ്. ഞങ്ങൾ ഉറപ്പു നൽകുന്നു, നിങ്ങളുടെ നാടിൻ്റെ ഏത് ന്യായമായ ആവശ്യവും ചർച്ച ചെയ്യാനും പരിഹാരം കാണാനുമായി ഏതൊരാൾക്കും കക്ഷി രാഷ്ട്രീയ മറ്റ് സങ്കുചിത പരിഗണനകൾക്ക് അതീതമായി എപ്പോഴും കടന്നു വരാൻ കഴിയുന്ന ഒരു ഉത്തമ പൊതുജനസേവന കേന്ദ്രമായാണ് CPIM ഓഫീസ് പ്രവർത്തിക്കുക. എല്ലാ CPIM ഓഫീസുകളും അങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ ഒരു സ്വത്തായി, നാടിൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി, ഈ നാടിൻ്റെ ഒരു ജനസേവന കേന്ദ്രമായി, എല്ലാവർക്കും കടന്നു വരാൻ കഴിയുന്ന ഒരു ആശ്രയ കേന്ദ്രമായി ആ പാർട്ടി ഓഫീസ് നിലകൊള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നതും അതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, CPIM കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. ഇപ്പോൾ MLA-മാരുടെ എണ്ണമൊക്കെ വളരെ കുറവാണെങ്കിലും CPIM കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് തന്നെയാണ് സ്വാധീനം. എന്നാൽ പാർട്ടി ഓഫീസുകളുടെ കാര്യത്തിൽ CPIM-ന്റെ 7 അയലത്ത് പോലും കോൺഗ്രസ് ഇല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, അക്കാര്യത്തിൽ ജനങ്ങൾ അവരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് വസ്തുത. കോൺഗ്രസിന്റെ സമുന്നതരായ നിരവധി നേതാക്കൾ, K. ദാമോദര മേനോൻ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ലീലാ ദാമോദര മേനോൻ, അങ്ങനെ എത്രയെത്ര പേർ, ഇവർക്കെല്ലാം സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിന് പലതവണ കേരളത്തിൽ ജനങ്ങളിൽ നിന്നും പണം ശേഖരിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞവർക്കൊന്നും നാളിതുവരെ യഥോചിതമായ ഒരു സ്മാരകം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പണപ്പിരിവ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇത് കോൺഗ്രസിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട പാർട്ടിയായി കോൺഗ്രസ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ യാഥാർത്ഥ്യം ഏറ്റവും ശരിയായി തിരിച്ചറിഞ്ഞ നേതാവ് മറ്റാരും ആയിരുന്നില്ല, മൺമറഞ്ഞുപോയ ശ്രീ K. കരുണാകരൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ഈ പ്രത്യേകത ശരിയായി അറിയാവുന്നത് കൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത നേതാവായിരുന്നു ശ്രീ K. കരുണാകരൻ. തിരുവനന്തപുരത്തും തൃശ്ശൂരും നിങ്ങൾക്കിപ്പോഴും കാണാൻ കഴിയും K. കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 70 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഈ 2 സ്ഥലത്തും സ്മാരകങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, സ്മാരകം വേണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാക്കണം, മരിച്ചു പോയാൽ പിന്നെ ഒരു കോൺഗ്രസ്സുകാരനും തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്ന നല്ല ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ദശാബ്ദം പിന്നിട്ടില്ലേ അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട്. 4 തവണ K. കരുണാകരൻ സ്മാരകം നിർമ്മിക്കാൻ പണം പിരിച്ചു. 4 തവണയായി 30 കോടിയിൽ പരം രൂപ പിരിച്ചു എന്നാണ് ഇടയ്ക്കെവിടെയോ വാർത്ത കണ്ടത്. അദ്ദേഹത്തിന്റെ സ്മാരകം നിർമ്മിക്കുന്നതിനൊരു ശിലയിടാൻ പോലും, ഒരു തറക്കല്ലിടാൻ പോലും ഇതുവരെ സാധിച്ചിട്ടില്ല. അധികം വൈകാതെ 5ാം തവണത്തെ ഫണ്ട് പിരിവ് ആരംഭിക്കും എന്നാണ് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ ബൂർഷ്വാ പാർട്ടികളുടെ ഒരു പൊതു സ്ഥിതി.